എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം JNV കോട്ടയത്തേക്ക്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തെ പുഞ്ചിരിയും സന്തോഷവും സ്നേഹവും ആഹ്ലാദവും കണ്ടതിൽ നിന്ന് നിങ്ങൾ എന്തിനും പുറപ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന പൂർവ്വകാല അലുമിനി വിദ്യാർത്ഥികളാണെന്ന് എനിക്ക് ഒട്ടും സംശയമില്ലാതെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. JNV കോട്ടയത്തിൻ്റെ പൂർവ്വ മക്കൾ വളരെ വളരെ ഉയർന്ന നിലകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, അധ്യാപകർക്കും മൊത്തത്തിലും JNV കുടുംബത്തിന് മൊത്തത്തിലും നവോദയ വിദ്യാലയ സമിതിക്കും വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ നവോദയ വിദ്യാലയത്തിൽ എല്ലാ വർഷവും അലുമിനി മീറ്റിംഗ് വന്നിരിക്കണം. എല്ലാ വർഷവും അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ഒത്തുകൂടണം, ഒന്നാകണം. ഇന്ന് ഈ അലുമിനി മീറ്റിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നവോദയ സ്കൂളിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻസ് ഒരിക്കലും വേറൊരു ഒരു സ്ഥാപനവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം A to Z കുട്ടികളുടെ ജീവിതം, അവരുടെ ഒരു ചെറിയ പ്രായത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും, അതായത് ആ ഒരു പ്രായത്തിലാണ് ശരിക്കും തെറ്റുകൾ ധാരാളമായിട്ട് ചെയ്ത് തിരുത്തി അത് തെറ്റാണെന്ന് മനസ്സിലായി വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല നല്ല കുട്ടികളായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. കൂടുതൽ ആൾക്കാർ 87-ൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അത്രയും ബാച്ചിലെ കുട്ടികൾ ഇവിടെ വരണം. അവിടുത്തെ അധ്യാപകരായാലും ഞങ്ങളൊക്കെ ആയാലും മാറി മറിഞ്ഞ് വരും. എന്നിരുന്നാലും നിങ്ങളെന്നും ഒന്നായിട്ട് നിൽക്കണം. ഈ അലുമിനി ഡേയിൽ ഇവിടെ ഒരുമിച്ച് കൂടണം. നന്ദി. ആ കയ്യടി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യം ഞങ്ങൾ കുറെ കേട്ടിട്ടുള്ളത് സാറ് പറഞ്ഞിട്ടുള്ളത്. You have come in large numbers with the reminiscence, with fond memories, what you have already written. Homecoming. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. കോട്ടയം നവോദയ വിദ്യാലയത്തിൽ ഒരു അലുമിനി മീറ്റ് നല്ല രീതിയിൽ നടക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. അതിന് മുൻകൈയെടുത്ത 19ാമത്തെ ബാച്ച് 24ാമത്തെ ബാച്ചിലെയും മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം അവരുടെ വാക്കുകൾക്ക് ചെവികൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച മറ്റുള്ളവരെയും അംഗീകരിക്കുന്നു. അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളാണെന്നും നമ്മുടെ വീടാണെന്നും കരുതി തന്നെ വേണം എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ, എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ അലുമിനി അസോസിയേഷൻ്റെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നവോദയയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷവും സങ്കടവും നൽകുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ ഇത്തരത്തിലൊരു അസംബ്ലി കാണുമ്പോഴേക്ക് ഓർമ്മ വരുന്ന കാര്യം, ഞാൻ ഇന്നൊരു പ്രൊഫഷണൽ ആങ്കറാണ്. ആങ്കർ ചെയ്യാനുള്ളൊരു പവർ എനിക്ക് കിട്ടിയത് ഇതുപോലുള്ള അസംബ്ലികളിൽ നിന്നാണ്. പ്രസന്റേഷനും ന്യൂസും ക്വിസും ഒക്കെ റീഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അത്തരത്തിലൊരു പവർ കിട്ടിയത്. ഞാൻ കമ്മിങ് ഔട്ട് ചെയ്ത സമയത്ത്, അതായത് ഞാനൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്ന് ഡിക്ലെയർ ചെയ്ത സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പിന്തുണ നൽകിയത് നവോദയയിൽ എൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസും അധ്യാപകരുമാണ്. അതിൽ എടുത്തു പറയേണ്ടത് സതീഷ് ബാബു സാറിനെ കുറിച്ചാണ്. സതീഷ് ബാബു സാറും നിങ്ങൾ ഇറങ്ങുന്ന എല്ലാവരും ഇൻസ്പയർ ചെയ്തതുകൊണ്ടായിരിക്കും ഞാൻ ഇന്ന് എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ, എനിക്കിഷ്ടപ്പെടുന്ന വസ്ത്രം ധരിച്ച് എനിക്ക് എങ്ങനെയാണോ സന്തോഷം നൽകുന്നത് ആ രീതിയിൽ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിലുള്ള ആസ്ബസ്റ്റോസ് ഇട്ട കെട്ടിടത്തിൽ പമ്പ ഹൗസിൽ ഒരംഗമായി ഞാൻ ചേരുന്നു 6ാം ക്ലാസ്സിൽ. ഇന്ന് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് മെസ് ഹോളിൽ ചെന്ന് നൂർജഹാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ബ്രെഡും കറിയും വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്തത്. ഞങ്ങളിവിടെ 6ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ കാണുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശർമാജിയുടേത്. എല്ലാവർക്കും പരിചയമുള്ളയാണ്. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ കുട്ടികൾക്ക് പകർന്നു കൊടുത്തിരുന്ന സുജാത ടീച്ചർ, ഒരു കഷണം വയറിനും ഒരു ബൾബിനും കൊണ്ട് മാജിക്കുകൾ തീർത്തിരുന്ന നമ്മുടെ സജീവൻ ചേട്ടൻ,
ചേട്ടൻ. ഞങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ സബ് സ്റ്റാഫ് കേഡറിൽ ഉണ്ടായിരുന്ന ഒരു മധുചേട്ടൻ, ആ സമയത്തുണ്ടായിരുന്ന വിക്രമൻ സാർ, പ്രമീല ടീച്ചർ, റസിയ ടീച്ചർ, റോയ് സാർ തുടങ്ങിയവരൊക്കെ പ്രിൻസിപ്പൽ പദവിയിൽ പല പല വിദ്യാലയങ്ങളിലുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നവോദയം എന്ന് പറയുമ്പം ഈ ക്ലാസ് റൂമിൽ നടന്ന കാര്യങ്ങളൊന്നും ഞാനും എൻ്റെ കൂടെയുള്ളവർക്കും ഒന്നും ക്ലാസ് റൂമിലെ കാര്യങ്ങളൊന്നും ആർക്കും ഓർമ്മയുണ്ടായിരുന്നു. ബേസിക്കലി പ്ലേ ഗ്രൗണ്ടും ഹോസ്റ്റലും മാത്രമേ മിക്കവർക്കും ഓർമ്മയുണ്ടായിരുന്നു. ഹോസ്റ്റലിലേക്ക് വിളിച്ച് ഗുണദോഷിച്ച് ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ വിറപ്പിക്കുന്ന സിംഹങ്ങളായിരുന്നു. അവിടെ ജസ്റ്റ് ചേട്ടോ ഹൈ. ഇതിനുള്ളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഇതിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടും നവോദയനാണ് നമ്മുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ ആൾക്കാരുണ്ട്. എക്സ്പീരിയൻസുകളായിട്ട് ഒത്തിരി പറയാനുണ്ട്. ഈ വേദി തികയില്ല, അതുകൊണ്ട് തന്നെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കുറച്ച് പേര് മാത്രമേ, ഈ ഫ്രണ്ട് 2 റോയിൽ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞു കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ഓർഗനൈസ് ചെയ്ത നമ്മുടെ കുറച്ച് ചേട്ടന്മാരുണ്ട്, പിന്നെ ഞങ്ങളുടെ ബാച്ചിൽ മനോജ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഇത്രയും ടീച്ചേഴ്സിനെയും ഇത്രയും സ്റ്റുഡൻസിനെയൊക്കെ കാണാൻ പറ്റിയതിൽ. എൻ്റെ കർത്തവ്യം ഇവിടെ ഈ പരിപാടി വൈൻഡപ്പിയാണ്. ഇതിനായിട്ട് അനുവാദം തന്ന പ്രിൻസിപ്പൽ സാർ, വൈസ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതിനുവേണ്ടി കോർഡിനേറ്റ് ചെയ്ത് മനോജ് ചേട്ടൻ, അതുകൂടാതെ ഇതിനുവേണ്ടി എനിക്ക് മനോജേട്ടൻ്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ, പിന്നെ ബിച്ചു ചേട്ടൻ, അതുപോലെ പലരും, എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.